പവർക്കട്ട് പതിവായതോടെ വേറിട്ട പ്രതിഷേധവുമായി ഇടുക്കി അടിമാലി കുരങ്ങാട്ടിയിലെ യുവാക്കൾ വീടുകളിൽ മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കുരങ്ങാട്ടി ജംഗ്ഷനിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചുമാണ് വൈദ്യുത മുടക്കത്തിനെതിരെ യുവാക്കൾ പ്രതിഷേധിച്ചത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിക്കടിയുള്ള പവർക്കട്ടിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ആദിവാസി മേഖല കൂടിയായ കുരങ്ങാട്ടി. ഇതിനെതിരെ പ്രദേശത്തെ യുവാക്കൾ വേറിട്ട പ്രതിഷേധത്തിലാണ്. പ്രദേശത്തെ വീടുകളിൽ മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കുരങ്ങാട്ടി ജംഗ്ഷനിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചുമായിരുന്നു അവരുടെ പ്രതിഷേധം. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാത്ത നിലയിലാണ് പലപ്പോഴും പവർ കട്ടെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. 1.5 വർഷമായിട്ട് കുരങ്ങാട്ടിലെ ജനങ്ങൾ കറണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ചിരിക്കുക. അതിന് അടിമാലി ടൗൺ ഫീഡറിൽ നിന്നായിരുന്നു കുരങ്ങാട്ടിക്ക് കറണ്ട് വന്നുകൊണ്ടിരുന്നത്. അത് മാങ്കുളം ലൈനുമായിട്ട് ബന്ധിപ്പിച്ച് അന്ന് മുതൽ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഇവിടെ വൈദ്യുതി മുടങ്ങാതെ കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞ് വൈദ്യുതി പോയി കഴിഞ്ഞാൽ 6-7 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വരും, പിന്നെ പോകും, പിന്നെയും വരും. അങ്ങനെ ഒരു ദിവസം 40-50 തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം കുരങ്ങാട്ടിലുണ്ട്. ഇതിൽ മടുത്ത് സഹി കേട്ടിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ഒരു 1.5 വർഷം മുമ്പ് ഒരു പരാതി കൊടുത്താൽ ഞങ്ങളേൽ വിട്ട് നാട്ടുകാരെ മുഴുവൻ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവർ ഈ നയം തന്നെ സ്വീകരിച്ചു വരിക. വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ റേഞ്ചില്ല. അതുകൊണ്ട് ഈ വൈഫൈ ഉപയോഗിച്ചാണ് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നത്. നെറ്റ് കണക്ഷൻ മൂലമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഓണായി വരാനൊക്കെ താമസം. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം ഇല്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് പ്രദേശവാസികൾ ആശയവിനിമയം നടത്തുന്നത്. വൈദ്യുതി നിലയ്ക്കുന്നതോടെ ഈ ആശയവിനിമയം കൂടിയാണ് ഇല്ലാതാകുന്നത്. മേഖലയിലെ സ്കൂൾ, റേഷൻ കട, ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ പൊതുസംവിധാനങ്ങളുടെ പ്രവർത്തനത്തെയും പവർക്കട്ട് ബാധിക്കുന്നു. വന്യജീവി ശല്യം രൂക്ഷമായ മേഖല ഇരുട്ടിലാകുന്നതോടെ ഭീതി ഇരട്ടിക്കും. പ്രശ്നപരിഹാരത്തിനായി വൈദ്യുതി ബോർഡ് ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, ഇടുക്കി.